ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ക്യാമ്പിംഗ് വീഡിയോ ആയാലോ. ഞങ്ങൾ നാഷണൽ ഡേയുടെ ലീവിനന്ന് ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു ക്യാമ്പിങ്ങിന്. അപ്പം ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയത് ജബൽ ഹഫീസിനടുത്തുള്ള ഒരു ഡെസേർട്ടിൻ്റെ ഭാഗത്തായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും നല്ല അറ്റ്മോസ്ഫിയറുമായിരുന്നു അവിടെ. ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് ക്യാമ്പിങ്ങിന് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഫാമിലിയും പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെയുള്ള പരിപാടിയിലാണ്. പിള്ളേരവിടെ കളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം. ചേട്ടാ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അവിടെ ടെൻ്റ് അടിക്കുന്ന കാര്യത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചിക്കനാണ് തകൃതിയായിട്ട് ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നമാണല്ലോ നമുക്ക് ഉന്നം. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി, ഗ്രില്ലെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നത് 2 ടെൻ്റ് അടിക്കുന്ന പ്ലാനിലായിരുന്നു കേട്ടോ. പിള്ളേരെപ്പോഴത്തെ അവിടെ ആകെ ബഹളം, മണ്ണുവാരലും കളിയും ചീരിയും ബഹളമായിട്ടൊക്കെ ഭയങ്കര മേളമായിരുന്നു. അപ്പോൾ പിന്നെ ചിക്കനെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഇനി ഒരു കാപ്പിയും കൂടി ഇട്ടേക്കാം എന്ന് വിചാരിച്ചുള്ള പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. കാപ്പിയൊക്കെ നല്ല രീതിക്ക് ഇതിനകത്ത് വെച്ചപ്പോൾ തന്നെ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ. അപ്പോൾ ഇതിൽ വെച്ച് തന്നെ കാപ്പിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ഋഷിക്കുട്ടനൊന്ന് പേടിച്ചോടുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിപ്പും ഒക്കെ അതിനിടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു മുട്ടൻ പണി കിട്ടി. കൊണ്ടുവന്ന് ഒരു ടെൻറ്റ് വർക്കായില്ലായിരുന്നു ഗൈസ്. പിന്നെ അവർക്ക് 2 പേർക്കും ഞങ്ങളുടെ മാമനും ഫ്രണ്ടിനും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനൂടെ കാറിനകത്ത് തന്നെ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവരതിൽ തന്നെ കിടന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഋഷിക്കുട്ടൻ നല്ല ഉറക്കമായി. കുറേ ഞാൻ പാടുപെട്ടു ഉറക്കാനായിട്ട്, എങ്കിലും അവൻ ഉറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു മേളം ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല തകൃതിയായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോയി കിടക്കാനായിട്ട് പോയത്. ഒരുപാട് ലേറ്റായിരുന്നു ഞങ്ങൾ കിടക്കാനായിട്ട്. പിന്നെ എപ്പോഴും ഇല്ലല്ലോ, ഇതൊക്കെയല്ലേ നമുക്ക് ലൈഫിൽ ഒരു സന്തോഷം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പാട്ടും മേളവും പുറത്ത് പോയൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കില്ല, അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു. അതിനിടയ്ക്ക് കാപ്പി ഇടാനുള്ള പരിപാടി അവിടെ നടക്കുന്നത് കേട്ടോ. അവിടെ പോയി രാവിലെ തന്നെ ചാർക്കോളെല്ലാം കത്തിച്ച് കാപ്പി ഇടാനുള്ള പരിപാടിയാണ്. നല്ല രസമായിരുന്നു. രാവിലെയൊക്കെ മോർണിംഗ് അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല ക്ലൈമറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമെങ്കിലും ഇവിടെ വന്നതൊരു സന്തോഷമായിട്ട് തോന്നി. കാരണം നല്ല രസമുണ്ടായിരുന്നു ഇവിടെ. ക്ലൈമറ്റ് ആണെങ്കിലും നല്ല കാറ്റാണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. രാത്രിയിലൊക്കെ നല്ല വൈബായിരുന്നു, അതാണ് സത്യം. പിന്നെ രാവിലെ തന്നെ കാപ്പിയൊക്കെ കുടിക്കാനുള്ള പരിപാടിയാണ്. കുഞ്ഞൊക്കെ അപ്പോഴത്തെ ഉണർന്നു. അവൻ പിന്നെ നേരത്തെ എണീക്കും. പിന്നെ ഞങ്ങളൊക്കെ കാപ്പിയെല്ലാം കുടിച്ചു. അവിടെ നിന്ന് ഇനി പോകാനൊക്കെയുള്ള പരിപാടിയിലാണ് കേട്ടോ. ഋഷിക്കുട്ടൻ പിന്നെ മണ്ണുവാരലും കളിയും ചിരിയും ബഹളമായിട്ട് അവിടെ നടപ്പുണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിനകത്ത് മണ്ണാണ് ആ വാരിക്കൊണ്ട് നടക്കുന്നത്, കളിക്കുന്നത്. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. ഞങ്ങൾ വീട്ടിലൊക്കെ തിരിച്ച് പോവാണ്. എപ്പോഴും ഒന്നും ഇതുപോലെ ക്യാമ്പിങ്ങിന് പോകാനും ഒരു നൈറ്റ് സ്റ്റേക്കും ഒന്നും പറ്റില്ലെങ്കിലും ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ഒരു അവധി കിട്ടുമ്പോൾ പോകുന്നത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. നാഷണൽ ഡേക്ക് ഇത്തവണ 4 ദിവസം അവധി ഉണ്ടായിരുന്നു അടുപ്പിച്ച്. ആ സമയമൊക്കെ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡെസേർട്ടിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഇതുപോലെ കുറേ വില്ലാസ് ആട്ടോ കാണുന്നത്. ഒരേ സ്ട്രക്ചർ, ഒരേ കളറ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്കൂളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പകർത്തി അടുത്ത ക്യാമ്പിങ് സ്വപ്നം കണ്ട് ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ. ടാറ്റാ.